നമസ്കാരം. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്, നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയും. അടുത്തിടെ വന്ന 23 വയസ്സുകാരൻ ഒരു പയ്യൻ്റെ ഹോബി, വിനോദം. അവൻ എന്നോട് പറഞ്ഞത് ബ്ലൂ ഫിലിംസ്, വളരെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഫോൺ വാച്ചിങ് ആണ് അവൻ്റെ ഹോബി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പണ്ടേ കാലത്ത് കൊച്ചുകുട്ടികളുടെ ഇടയിൽ തീപ്പെട്ടി പടം കളക്ട് ചെയ്യുക, സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യുക, ഇപ്പോൾ ന്യൂമിസ്മാറ്റിക്, കോയിൻസ്, ഫിലാറ്റലിക്, സ്റ്റാമ്പ്സ്, ലോകം എമ്പാടുമുള്ള സ്റ്റാമ്പ്സ്, ഇപ്പോൾ ലോകരാജ്യങ്ങൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. കോയിൻസ്, വളരെ പുരാതനമായിട്ടുള്ള കോയിൻസ്, ചിലർ കറൻസി തുടങ്ങി നല്ല നല്ല ഹോബീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ബുക്കുകൾ കളക്ട് ചെയ്യുക, വായിക്കുക, പടം വരയ്ക്കുക, എഴുതുക, നല്ല നല്ല നമ്മുടെ ബ്രെയിനിന് പ്രൊമോട്ട് ചെയ്യുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. എങ്കിൽ നമ്മുടെ ഹിപ്പോ ക്യാമ്പൽ ന്യൂറോൺസിൻ്റെ ജനനം, നമ്മുടെ ബ്രെയിനിൽ പുതിയ പുതിയ ന്യൂറോൺസ്, ന്യൂറൽ പാത്വേ സൃഷ്ടിക്കാനായിട്ട് ഹോബി നമ്മെ സഹായിക്കുന്നുണ്ട്. ഹോബീസ്, അത് കളിയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ശരി തന്നെ, എല്ലാ മനുഷ്യർക്കും കുറഞ്ഞത് ഒരു ഹോബിയെങ്കിലും ഉണ്ടാവണം. മ്യൂസിക് കേൾക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് പഠിക്കാം, അത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം, തുടങ്ങി അവരവർക്ക് മനസ്സിന് ഉല്ലാസം നൽകുന്നതായിട്ടുള്ള ഹോബി വളരെ അത്യാവശ്യമാണ്. അപ്പം ഇന്നേ കാലത്ത് മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം, സ്ക്രീൻ ടൈം വളരെ കൂടുതൽ, റീൽസ് ഹോബി അല്ല, അത് തിരിച്ച് ഡിപ്രഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്ക് ഹോബീസ് ആണെങ്കിൽ നമ്മിൽ ഹാപ്പി ഹോർമോൺസ്, ഡൊപ്പമൈൻ, എൻഡോർഫിൻസ്, വേദന സംഹാരികൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. എങ്കിൽ ഫ്യൂച്ചറിൽ ഡിമെൻഷ്യ, മറവി രോഗം, അല്ലെങ്കിൽ അൽഷിമേഴ്സ് തുടങ്ങി അത്തരം രോഗാവസ്ഥകൾ വരാതിരിക്കാനും നമ്മുടെ ഹോബീസ് സഹായിക്കും. പിന്നെ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തു, ഒരു ക്രാഫ്റ്റിംഗ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പടം വരച്ചു, അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തി, പൂർണ്ണത, അത് നിങ്ങളുടെ ജീവിതത്തെ ശുഭകരമായിട്ട് മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനം. അപ്പോൾ പ്രസൻറ്റ് മൂമെൻറ്റിലാവും. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. മാത്രമല്ല, നമുക്ക് ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള ഐഡിയാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റാണ്. ഇപ്പോൾ നമ്മൾ പടം വരയ്ക്കുന്നു, അല്ലെങ്കിൽ നല്ല ക്ലാസിക്കലായിട്ടുള്ള മ്യൂസിക്സ്, അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ലളിത ഗാനങ്ങൾ കേൾക്കുന്നു, നല്ല ഇമ്പമാർന്ന, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ നല്ല റിലാക്സേഷൻ നൽകുന്നത്, നല്ല സൊല്യൂഷൻസ് കണ്ടെത്താൻ സഹായിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഹോബി ഉണ്ടാവണം. പോസിറ്റീവായിട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കൂ, സ്ക്രീൻ ടൈം കുറയ്ക്കൂ, റീഡിങ്സ് നല്ല ബുക്കുകളിലേക്ക് തിരിച്ചും വ്യാപിക്കട്ടെ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും. അതുകൊണ്ട് നല്ല നല്ല ഹോബീസിൽ ഒരു വ്യക്തിക്ക് കുറഞ്ഞ പക്ഷെ ഒരു ഹോബിയെങ്കിലും തിരഞ്ഞെടുക്കുക. എന്തായാലും ശരി തന്നെ, നിങ്ങളുടെ ബോർഡം, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ക്ഷീണിത ഭാവം, ബോറടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ല, ഊർജ്ജസ്വലതയില്ല, ഊഷ്മളതയില്ല എന്നിവയൊക്കെ മാറ്റിയെടുക്കാൻ ഈ വിനോദം സഹായിക്കും. അപ്പം നിങ്ങൾക്ക് സ്വയം ഈ വേൾപൂളിലായിപ്പോയി, മൊബൈലിൻ്റെ അതിപ്രസരവും മറ്റുമൊക്കെ ആയിട്ട് എപ്പോഴൊരു തളർച്ച, ക്ഷീണിത മനോഭാവം എങ്കിൽ എന്നോട് വരാം, എൻ്റെ അടുത്ത് വരാം. ഒരു ഔഷധമില്ല, മരുന്നുമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാം, നല്ല ഉണർവ് ഉത്സാഹമൊക്കെ നേടാം. 9605743596 എന്ന നമ്പർ. ഞാൻ കൊല്ലം ഐത്തൽ മെഡിറ്റൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് മുഖത്തിലേലും സ്വന്തമായിട്ട് സെൻറ്ററുണ്ട്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. വെൽക്കം.